തുടർച്ചയായി 2 ദിവസം ശക്തമായ മഴ പെയ്തതോടെ ആലുവയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. മഴയുടെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കാനകളിൽ ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതുകൊണ്ടാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആലുവയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ സംരക്ഷണ സമിതി നഗരസഭാ സെക്രട്ടറി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ഉപരോധിച്ചു. മാർക്കറ്റ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അൻവർ ആശുപത്രി റോഡ്, ബാങ്ക് കവല, കടത്തുകടവ് റോഡ്, ബ്രിഡ്ജ് റോഡ്, മാർക്കറ്റ് ഭാഗത്തെ ബൈപ്പാസ് അടിപ്പാതകൾ, എറണാകുളം റോഡ്, KSRTC പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ളത്. ഇതിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾക്കാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിൽ വലിയ നഷ്ടമുണ്ടായത്. ഇവിടെ മാത്രം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. മെട്രോ സ്റ്റേഷൻ പരിസരം, ബാങ്ക് കവല, ടെമ്പിൾ റോഡ്, ബാങ്ക് കവല, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലും വീടുകളിലും കടകളിലും വെള്ളം കയറി. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശാശ്വതമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർക്ക് നിവേദനവും നൽകി. ഈ മാസം 28-ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കാമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവർക്കും ആലുവ പൗരാവകാശ സമിതി പരാതി അയച്ചിട്ടുണ്ട്. ഉടൻ നടപടികളെടുത്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പൗരാവകാശ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സാബു പരിയാരത്ത് പറഞ്ഞു. ആലുവ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് ആലുവ മർച്ചന്റ്സ് അസോസിയേഷൻ ദ്വൈവാർഷിക പൊതുയോഗം അംഗീകരിച്ച പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആലുവ.